ഹായ് എവ്രി വൺ. ഞാനിപ്പം കുറച്ച് നേരമായിട്ട് പഠിക്കുകയായിരുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് ഓഫീസ് ലേഔട്ട്. ആകെ വെറും 8 പോയിൻറ്റ്സേ ഉള്ളൂ. ഈ 8 പോയിൻറ്റ്സ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 10 തവണയെങ്കിലും ഞാൻ കോട്ടുവായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്, അതെന്താ അങ്ങനെ? ഈ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എവിടെ നിന്നില്ലാത്ത കുറേ കോട്ടുക, ഉറക്കം വരൽ, ഒരിക്കലും ഇല്ലാത്ത വിശപ്പ്, അത് വേറെ 10 ദിവസമായിട്ട് തിന്നിട്ടില്ലാത്ത പോലത്തെ വിശപ്പ്, അത് പോരാഞ്ഞിട്ട് തലവേദന, വയറുവേദന, കാലുവേദന, നടുവേദന, പല്ല് വേദന, കണ്ണ് വേദന, ഈ നാക്ക് വേദന, തൊണ്ട വേദന, എന്തൊക്കെയോ വരും. ഇനി ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വീട്ടിൽ നിന്നും കൂടെ കടം പേടിച്ചിട്ട് ഈ അസുഖങ്ങളും വേദനയും വരുന്ന പോലെയാണ് വരുന്നത്. എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഓഫീസ് ആൻഡ് ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഇല്ല, വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥ പോലെയായിരുന്നാണ് തോന്നുന്നത്. ഈ ഇത്ര പോലത്തെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, ഇനിയും ഉണ്ട് ഒരു 3 ടെക്സ്റ്റ് ബുക്ക്. 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കണം. ഡിസംബറിലാണ് പരീക്ഷ. ഈ മൊത്തം തിയറി എല്ലാം കൂടെ തലയിൽ ഞാൻ എങ്ങനെ ഓർത്ത് വയ്ക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ മറ്റേ മറ്റേ രജനീകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഐശ്വര്യ റായുടെ കൂടെ ഉള്ള ഒരു ചിട്ടി റോബോട്ടൊക്കെ ഉള്ള ബുക്ക് എടുത്ത് ഇങ്ങനെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ വീശുമ്പോഴത്തേക്ക് ഇത് മൊത്തം അങ്ങ് തലയിൽ കയറിയിരുന്നെങ്കിൽ എന്ത് കൊള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫുൾ മാർക്സ് വേണ്ട, അറ്റ്ലീസ്റ്റ് പാസ് മാർക്കിനേക്കാളും കൂടുതലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിലും ആശ്വസിക്കാം. ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട പോലത്തെ ഒരവസ്ഥയായി. പഠിച്ചതിലേ പറ്റൂ. കാര്യം എന്താണ്? ഭാവിയിൽ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതും. ഭാവിയിൽ ജോലി എന്തെങ്കിലും നോക്കുമ്പോൾ അതിന് ഉപകാരപ്പെടട്ടെ എന്ന് കരുതും. പഠിച്ച് എനിക്ക് തന്നെ വയ്യ. ഇത്രയും പഠിച്ചപ്പോൾ തന്നെ മനുഷ്യന് ഉറക്കം വരാൻ തുടങ്ങി, അവിടെ ഇവിടെ വേദനിക്കാൻ തുടങ്ങി. അത് എനിക്ക് മാത്രമുള്ള അസുഖമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ ഉണ്ടോ?